വാസു പാവം, വാസു ഇപ്പോ നിലത്ത് കിടക്കുകയാണ്, പട്ടുമെത്തയിലൊക്കെ കിടന്ന പാവം മനുഷ്യനെ CPM ഒറ്റി എന്നാണ് പറയുന്നത്. അതായത് എല്ലാ കള്ളന്മാരും കൈയിട്ട് വാരി അവസാനം വാസു പിടിയിലുമായി. ഇപ്പൊ പ്രശാന്ത് ഇന്നലെ പറയുന്നത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക. എന്നെ അറസ്റ്റ് PS പ്രശാന്ത് എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുത്തത്? എന്റെ മാനത്തിന് എന്താണ് വില? അതെനിക്ക് മാനനഷ്ട കേസ് കൊടുക്കും ഞാൻ എന്നൊക്കെയാണ് പറയുന്നത്. പത്മകുമാർ പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, അമ്മച്ചിയാണ്, ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ലേ, എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിണറായിയോട് ചോദിക്കാനാണ്. അങ്ങേരും കൈ ഒഴിഞ്ഞു. അപ്പൊ കേന്ദ്രം ഇത് ഏറ്റെടുക്കും അന്വേഷണം, മിക്കവാറും കേന്ദ്രത്തിന്. കാരണം ഇതിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ജയകുമാർ വന്നപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ ഈ ജയകുമാറിനെയും ചിലപ്പോ ഡൽഹിക്ക് വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇടയുണ്ട്, സാഹചര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. AKG സെന്ററിലേക്ക് EDയുടെ ഒരു വരവുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായിരിക്കും ഇനി? വാസു എന്തായാലും പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ പ്രായാധിക്യായി, മറ്റൊന്നും നോക്കാനില്ല. 10 തലമുറയ്ക്ക് ഉണ്ടാക്കിയത് 50 തലമുറ കഴിഞ്ഞാലും അയ്യപ്പന്റെ മുതൽ മോട്ടിച്ചെന്നുള്ള പേര് മാറത്തില്ല. മൊത്തത്തിൽ നാണം കെട്ടിരിക്കുമ്പോ വാസു ഉള്ള സത്യമൊക്കെ പുറത്ത് ഛർദ്ദിക്കൂ. വാസു പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ വാസുവിനെ ഗരുഡൻ തൂക്കത്തില്ല. നമ്മള് ഗരുഡൻ തൂക്കം പറഞ്ഞേ മതിയാവത്തുള്ളൂ. അല്ല, ഇതിനകത്ത് ഈ നമ്മള് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല്, പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും വലിയ വലിയ പൊസിഷനുകളൊക്കെ ഇരുന്നവർക്ക് ഈ ചില കാര്യത്തിനകത്ത് അജ്ഞതയുണ്ടാവും. ഈ 3ാം മുറ അല്ലെ പോലീസിന്റെ ചില നീക്കങ്ങൾ മറ്റത് മറിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും അവർക്ക് പ്രതീക്ഷിക്കാനോ അവർ ഈ വഴിക്കൂടെ കടന്നു പോയിട്ടൊന്നും ഉണ്ടാവത്തില്ല. അതൊക്കെയാണ് സൗഹൃദമൊക്കെ. ആ ചോദ്യം ചെയ്യൽ ഇപ്പം ടെക്നിക്കലി ഉള്ള ചോദ്യം ചെയ്യലുണ്ട്, ടെക്നിക്കൽ അല്ലാത്തതുകൊണ്ട് ഇത് എല്ലാവരും ഉപയോഗിക്കും. മനസ്സിലായോ? മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ആൾക്കാരെ എത്ര പ്ലാനിങ്ങോടുകൂടിയാണേലും പോലീസിന്റെ കൗശലത്തിന് മുമ്പിലും അവരുടെ ഈ വിദഗ്ധമായുള്ള രീതികൾക്ക് മുമ്പിലും അവർ പെട്ടു. കാരണം ഇവർക്ക് ഇതിനെപ്പറ്റി ധാരണയില്ലല്ലോ, ധാരണയില്ലല്ലോ. പക്ഷെ ഒരു പോക്കറ്റുകാരനെ കൊണ്ടിരുത്തിയാൽ പോലീസ് കറങ്ങും. കാരണം അവന് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ഉള്ളതാണ്. അവന് എന്തോ ചോദിച്ചാൽ എന്താ പറയാ, ചേട്ടൻ എന്തോ അത് ചോദിക്കുന്നതെന്നുള്ള കാര്യം അവനറിയാം, അവൻ കവളിക്കും. പക്ഷെ വാസുവിൻ്റെ അടുത്ത് 3-4 ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ചോദിച്ചാൽ പപ്പനുണ്ട്, പിണറായി ഉണ്ട്, രാഹുൽ ഗാന്ധി ഉണ്ടെന്നൊക്കെ പറയും. മനസ്സിലായതുകൊണ്ട് അവർ പിടികൂടും. ഇപ്പൊ വാസുവിനെ ഇപ്പൊ ചോദ്യം ചെയ്ത് ഏതാണ്ട് ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഹരിവരാസനം പാടിയിട്ട് പപ്പനകത്ത് പോകാതിരിക്കത്തില്ല. പപ്പന് ഉറപ്പായി അടുത്തത് അടുത്ത വിക്കറ്റ് എന്റെയാന്നുള്ളവരും പപ്പന് ഉറപ്പായി. അപ്പം ഇതിനകത്ത് നമ്മൾ തമാശ രൂപേണ പറഞ്ഞു വരുന്നെങ്കിലും ഈ കൊള്ളയ്ക്കകത്ത് ഒരു വലിയ സാമ്പത്തിക ഇടപാട് നടക്കുന്നുണ്ട്. ആ സാമ്പത്തിക ഇടപാട് ഒരിക്കലും സുതാര്യമായിട്ട് നടത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. കാരണം എന്തോ, ഇപ്പം അക്കൗണ്ടിൽ ഇവിടെ ജോലി ചെയ്യുന്ന കാശ് ഇതെനിക്ക് അക്കൗണ്ടിൽ വരാം, ചോദിച്ചാൽ പറയും ABC മലയാളത്തിൽ നിന്ന് കിട്ടിയാന്ന്. അല്ല, വേറെ 2 ലക്ഷം രൂപ അല്ലെ 10 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നാലേ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് എവിടുന്നാ വന്നേ? ഇട്ടവനെ അല്ലെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. ഇട്ടവനെ പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു അവ്യക്തത ഉണ്ടെങ്കിൽ മാത്രമല്ല ഇയാൾക്ക്. അപ്പൊ ഇതിനകത്ത് ഈ നടക്കുന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ, സുതാര്യമല്ലാത്ത ഇടപാടുകൾ, ഈ 1 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 100 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ഇടപാട്. അതായത് ഇത് മോഹവിലയും കാര്യങ്ങളും മറ്റതും മറിച്ചതും ഒക്കെയാണല്ലോ. ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കൊടുത്താൽ അതിന് ഒരു 10 കോടി രൂപ വിലയുണ്ടെന്നെങ്കിൽ വെച്ചു. പക്ഷെ അതിന് മോഹവിലയാണല്ലോ ഇത് കടൽ കടത്തിയാൽ കിട്ടുന്നത്. 100 കോടി രൂപയാണല്ലോ. ഈ 100 കോടി രൂപ എവിടുന്ന് വന്നു, എങ്ങനെ ഇവിടെ വരുന്നു? ഈ 100 കോടി രൂപ ഇവന് വന്നാൽ ഇവൻ ഏത് രീതിയിൽ അത് വിനിയോഗിക്കും? അപ്പൊ കള്ളപ്പണ ഇടപാട്. പിന്നെ മാത്രമല്ല ഈ രീതിയിലൊക്കെയുള്ള ഇടപാടുകൾ സുതാര്യമില്ലാതെ, പണത്തിന്റെ ഇടപാടായാലും ശരി, ഇത് കടത്തുന്നതിൻ്റെ രീതിയാണെന്ന് ശരി. അപ്പോൾ ഇതിനകത്ത് അതൊരു ഗൂഢസംഘമാണല്ലോ. ഈ ഗൂഢസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗൂഢസംഘങ്ങൾ എന്ന് വെച്ചാൽ നേരാമണ്ണമുള്ളതല്ല. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് രാജ്യവിരുദ്ധ ശക്തികളെയാണ്. അപ്പം ഇത് തുറന്ന് അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾക്ക് പോലും ഈ ഇടപാടിനകത്ത് ബന്ധമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയും. അതുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞ പമ്മിയിരിക്കുക, കോടതി ഇടപെട്ട് അന്വേഷിക്കട്ടെ, ആരെയൊക്കെ പിടിക്കുന്നു, എന്തൊക്കെ പിടിക്കുന്നു. ഇത് രഹസ്യമായിട്ട് ഇതിനകത്ത് നിരീക്ഷണമുണ്ട്. അതിനുശേഷം ED വന്ന് AK സെന്ററിലോട്ടങ്ങ് ഇറങ്ങും. ഇടി വന്ന് AK സെന്ററിലെ കുറേ ഇതിനകത്തുനിന്ന് രക്ഷപ്പെട്ടവരൊക്കെ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. അതിനെല്ലാം തൂത്ത് പറക്കി പൊടി തട്ടിയെടുക്കത്തില്ലേ പഴയ പയലൊക്കെ, അങ്ങനെ പൂക്ക് പറക്കി എടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത് മാത്രവുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമായിട്ടുള്ള കൈയിട്ട് വാരുന്ന അല്ലെങ്കിൽ അതിന് വളരെ കാലമായിട്ട് ഉപയോഗിക്കുന്ന പാർട്ടിക്കപ്പുറം, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, BJP ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് പാർട്ടി ആയാലും കൊള്ളാം, CPI ആയാലും കൊള്ളാം, എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഒരു കൃത്യതയും വ്യക്തതയും വരുത്തി
ഇപ്പം ഉള്ള ഇതിനകത്തുനിന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഇതിനകത്ത് നിഗൂഢമായിട്ട് അല്ലെങ്കിൽ ഇതുപയോഗിച്ച് സുതാര്യമില്ലാത്ത കാര്യങ്ങൾ നടത്തുന്നു, കൊള്ള നടത്തുന്നു എന്നുള്ള കാര്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ടല്ലോ. കേന്ദ്രം അതിനു വേണ്ടി നോക്കിയിരിക്കുക. ഇത് കേന്ദ്രത്തിന്റെ കീഴിലേക്ക് ഈ അമ്പലം കൊണ്ടുവരുന്നതിന് കേന്ദ്രം നോക്കിയിരിക്കുക. അതിനൊരു കാരണം വേണമല്ലോ. കാരണം ഇപ്പൊ ഉണ്ടായിക്കൊണ്ടുവരും. അതല്ല ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീകളെ കയറ്റുന്നത് മാത്രമല്ലല്ലോ ആചാരലംഘനം. ആചാരലംഘനം എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവർ കൈയിട്ട് വാരിക്കൊണ്ട് പോകുന്നത് ഒരു ആചാരലംഘനമാണ്. അങ്ങനെയാണെങ്കിൽ BJP ഏറ്റവും കൂടുതൽ പ്രതിഷേധവുമായി ഇറങ്ങേണ്ടത് ഈ സമയത്താണ്. ഈ ഒരു അടുത്ത കാലത്ത് ABVPയുടെ ഒരു മാർച്ച് നമ്മൾ കണ്ടു. പിന്നെ രാജീവ് ചന്ദ്രശേഖർ കുറച്ചു നേരം ആ മഴയത്ത് ചെന്നിരുന്ന് മഴ കൊള്ളുന്നത് കണ്ടു. ഇതിലപ്പുറം ശക്തമായ ഒരു പ്രതിഷേധം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പക്ഷെ ശബരിമല പിന്നെ ആചാരലംഘനം നടത്തി സ്ത്രീകളെ കയറ്റുന്ന സമയം വന്നപ്പോൾ BJP ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രക്ഷോഭമാണ് BJP നടത്തിയത്. അത് തിരഞ്ഞെടുപ്പും കൂടി ആ സമയത്ത്, ഇപ്പോഴും ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയമാണ്. എന്നിട്ടും BJP എന്തുകൊണ്ടായിരിക്കും വാ അടച്ചു വെച്ച് മിണ്ടാതിരിക്കുന്നത്? വാ തുറന്ന് കൂടുതൽ വിശാലമായിട്ട് വാ തുറന്ന് അവരൊത്തു. അത് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് വലിയ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞുകൊണ്ടാ ഞാൻ പറയും, ഇതിനകത്ത് വലിയൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന ആചാര ലംഘനത്തിനോടനുബന്ധിച്ച് CPM നടത്തിയ പൊളിറ്റിക്സ് അല്ലെങ്കിൽ CPM ഏറ്റെടുത്ത പൊളിറ്റിക്സ് ഓരോരുത്തർക്ക് ഓരോ, നമ്മളിപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളുടെ ഐഡിയയിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വർക്കൗട്ട് ചെയ്യും. CPM വന്ന് ആചാര ലംഘനം ശബരിമലയിൽ അല്ലെങ്കിൽ സ്ത്രീകൾ പ്രവേശിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനുവേണ്ടി നടത്തുന്നു. ഇവിടെ ആചാര ലംഘനം എന്ന് പറഞ്ഞുകൊണ്ട് ജനം അല്ലെങ്കിൽ അയ്യപ്പന്റെ ഭാഗമായിട്ട് നിന്നിട്ട് ഭക്തര് എതിരെ നിൽക്കുന്നു. അപ്പൊ ഭക്തരുടെ ഭാഗത്തായിരുന്നു ജനപിന്തുണ അല്ലെങ്കിൽ അന്ന് കണ്ട് CPM അത് തിരുത്താൻ ശ്രമിക്കുക. CPM തിരുത്താൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് CPM ഞങ്ങൾ ചെയ്ത തെറ്റാണ്. എന്നിട്ട് അവിടെ പിറ്റേ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവർ ഓരോ വീടുകളിലും കയറി അതിനകത്ത് തെറ്റുപറ്റിയിട്ടുണ്ട്. അയ്യപ്പൻ ഈ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി അവർ നിൽക്കുന്നു. അപ്പൊ CPM തിരുത്താൻ തയ്യാറാവുന്നു. അപ്പം ഈ ഒരു മുദ്രാവാക്യം കൊണ്ട് പ്രയോജനപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ് BJP. ആ മുദ്രാവാക്യം വീണ്ടും പഴയതുപോലെ അപ്പുറം ശക്തി പ്രാപിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയം അയ്യപ്പന്റെ കൊള്ള. അതിന്റെ പുറകെ CPM. എന്താ BJP നിൽക്കാത്തത്? എന്താണ് ഇതിപ്പോ? ഈ ധന്യ ചോദിച്ചുള്ളൊരു ചോദ്യം. ഈ സമയത്ത് പോലും ഇലക്ഷൻ സമയത്ത് തദ്ദേശത്തിലെ ഇലക്ഷൻ 25% വോട്ട് പിടിക്കണമെന്ന് കേന്ദ്രം പറയുന്നു. അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ വരുന്നു. അതിനകത്ത് BJPക്ക് കൃത്യമായ സാന്നിധ്യം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അതിൻ്റെ ഒരു സാഹചര്യം, ഒരു മുദ്രാവാക്യം അയ്യപ്പന്റെ ഗൗരവി കിട്ടിയല്ലേ? എന്താ BJPന്റെ പുറകെ നിൽക്കാത്ത? എന്താ കോൺഗ്രസിൽ അത്രയും ആർജവമില്ലാത്ത? അപ്പൊ ഈ കൊള്ളയ്ക്കകത്ത്, ഈ ഒരു കാര്യത്തിനകത്ത് ഇത് വ്യക്തത വരുത്തി, കൃത്യത വരുത്തി വളരെ ദീർഘമായിട്ട് അന്വേഷിച്ചു പോയാൽ ഒരുപക്ഷെ പലരും കുടുങ്ങും. അതിനകത്ത് കേരളത്തിലെ BJP നേതാക്കന്മാരും ഉണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ, കോൺഗ്രസിന് ഈ സമരത്തിനകത്ത് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ആർജവത്തോടു കൂടി ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്ന രീതിയിലുള്ള സമരങ്ങളാണ് കോൺഗ്രസ് നടക്കുന്നത്. അപ്പൊ അതിനകത്തൊക്കെ സംശയിച്ച കുറ്റം പറയുന്നില്ല. പക്ഷെ കേന്ദ്രത്തിൽ അവർക്കിത് വിഷയമല്ലല്ലോ. അവർക്ക് ഇവിടുത്തെ ഈ വിഷയം മാത്രം പ്രൊമോട്ട് ചെയ്ത ആര് പമ്മിയിരുന്നാലും അതിൻ്റെ സമയത്ത് ഈ വിഷയം ഉയർത്തി കാണിക്കാൻ പറ്റുന്നതും, ഈ വിഷയത്തിനകത്ത് നടന്ന കള്ളപ്പണ ഇടപാടും, ഈ വിഷയത്തിനകത്ത് നടന്ന ഗൂഢാലോചനയും, ഈ വിഷയത്തിനകത്ത് പങ്കെടുത്തിരിക്കുന്ന നേതാക്കന്മാരെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ അവർക്കറിയാം. നിങ്ങൾക്കറിയാലോ തൃശ്ശൂരിലെ ബാങ്കിന്റെ ഇടപാട്, കരിവന്നൂർ ബാങ്കിന്റെ ഇടപാട് എങ്ങനെ വന്നു? അതുപോലെ അവരതിന്റെ സമയമാകുമ്പോഴത്തേനും ഇവിടെ ചാടും. AK സെന്ററിൽ ED ചാടും, സെക്രട്ടേറിയറ്റിൽ ED ചാടും, അവിടെ ഇവിടെ ED ചാടും. വാസു എന്തായാലും അകത്തായി. ഇനി വാസുവിന് എങ്ങോട്ടും ചാടാൻ പറ്റത്തില്ല. അത് ED അവിടെ ചാടും, ഇവിടെ ചാടും, അവിടെ ചാടുമ്പോഴത്തേന് CPM നേതാക്കന്മാരെല്ലാം 4 വഴിക്കും ചാടും. പക്ഷെ അവർ പിടിച്ചോണ്ട് പോകും കേട്ടോ. അങ്ങനത്തെ രീതിയിലേക്കാണ് ഇതിൻ്റെ എന്നും. അപ്പം ഈ കേന്ദ്രത്തിനകത്ത് കേരളത്തിലെ BJP അല്ല, കേന്ദ്രത്തിലെ BJP അവരുടെ പല തന്ത്രങ്ങളും നിങ്ങളുണ്ട്. പല കലാപങ്ങളും ഇവിടെ നമ്മളിപ്പോൾ ഈ തന്നെ ചോദിക്കുന്നവർ എന്താ വരാത്തെ ഡൽഹി കലാപം കണ്ടില്ലായിരുന്നു? 3 മാസം അല്ലേ? ആണോ? 3 മാസം കിടന്ന് കത്തിച്ചു, അനങ്ങാതിരുന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എന്തോ കേന്ദ്രം ഇത്, എന്തോ കേന്ദ്രം. അവസാനം കലാപത്തിന് ആളിനെ പറഞ്ഞു, നീ പോയി എറിഞ്ഞിട്ട് വാടാ, നമുക്ക് നോക്കാം. അവൻ പോയി അവന് പോയി എറിഞ്ഞപ്പോൾ കൊണ്ട് താഴെ വീണു, മാങ്ങ വീണു. അപ്പം കലാപം കത്തിച്ചു വന്നപ്പോൾ ആദ്യം പറഞ്ഞു വിട്ടവന്മാർ ഏറ്റവും അവസാനം കലാപം വിജയിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അവർ വിചാരിച്ചു മോദി ഇപ്പം തറയിൽ പോവും, കലാപം ഡൽഹി കത്തുന്നു. അന്ന് ട്രംപ് വന്നില്ലേ, ട്രംപ് വന്നപ്പോഴെല്ലാം കത്തുന്നു. എന്നാ ഞങ്ങൾക്ക് കൂടെ ആഘോഷിക്കാൻ ഇറങ്ങിയപ്പോൾ അകത്ത് പുറത്തിരുന്നവനെ എല്ലാം വെളിയിറക്കാനാണ് ഇവർ വന്നിരുന്നത്. പുറത്തിലിരുന്നവർ വെളിയിറങ്ങിയപ്പോൾ അവർ ഈ RSകാരുൾപ്പെടെ വന്ന് ഈ ഡൽഹി അങ്ങ് വളഞ്ഞു, പോലീസ് കൂടെ വളഞ്ഞു, മൊത്തത്തിനെ പിടിച്ചങ്ങത്തിട്ടു. ഇപ്പം അന്നൊരു 1000 വർഷമാണെന്നുണ്ട് അവനെല്ലാം ഇപ്പോഴും കിടക്കുക. ജാമ്യം വേണം. ഇപ്പം ജാമ്യം കൊടുക്കാൻ നമ്മൾ ഡൽഹി സ്ഫോടനം കൂടെ സുപ്രീം കോടതി പായലെടുത്ത് ഒറ്റ വെച്ച് കൊടുത്ത് എവിടാന്ന് പോലും അറിയത്തില്ല. മനസ്സിലായില്ലേ? നിനക്കൊക്കെ ജാമ്യം കിടക്കണ്ട, ഒന്ന് തരാമെന്ന് വെക്കുമ്പോൾ നിന്റെ മറ്റവൻ അവിടെ പൊട്ടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞ പോലെ കേന്ദ്രത്തിന്റെ പണി. പമ്മി അങ്ങിരിക്കും. പമ്മി അങ്ങിരുന്നിട്ട് എല്ലാം ഒന്നും അറിയാത്തോണം പൊട്ടന്റെ കൂട്ടിരുന്ന്
ഉറങ്ങുന്ന പോലെ ഇരുന്നിട്ട് അവരെൻ്റെ കാര്യങ്ങൾ മൊത്തം പഠിച്ചിട്ട് അവസാനം വന്നിട്ട് ഒറ്റപ്പിടി. ആ പിടിക്കകത്തൊന്നും പിന്നെ വെളി വിടത്തില്ല. വെളിയിലെ നമ്മൾ പണ്ട് പുരാണത്തിലില്ല ഒരുത്തോണ്ടാണ് കെട്ടിപ്പിടിക്കുന്നത്, കണ്ണ് കാണാൻ വയ്യാത്ത ധൃതരാഷ്ട്ര ആലിംഗനം പോലെ. പിന്നെ കൈ കെട്ടിക്കഴിഞ്ഞാൽ വെളിയിൽ പോകത്തില്ല. അതാണ് അവരുടെ ഒരു പണി. എന്തുവായാലും ഇടി ഉടനെ ഓക്കെ വരുമെന്ന